എല്ലാവർക്കും നമസ്കാരം. ചില ആൾക്കാരെ ഇങ്ങനെ വിളിക്കും, മെസ്സേജ് അയക്കും. ഞങ്ങളുടെ സാറേ, ഞങ്ങൾക്ക് ദുരിതങ്ങളാണ്, പൈസയില്ല, കുടുംബത്തിൽ സമാധാനമില്ല, അങ്ങനെ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഈ കഥകളൊന്നും കേൾക്കാനായിട്ട് ഒരാൾക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഒരു ഹീലർ എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ ഞാൻ കേൾക്കും, വളരെ കുറച്ച്. കൂടുതൽ കേൾക്കുന്നത് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കാര്യം പറയാം. കാരണം നമ്മൾ കേൾക്കുന്തോറും നമുക്ക് നെഗറ്റീവ് എനർജിയാണ് ഈ വരുന്ന മുഴുവനും. അപ്പോൾ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളാണ്, പോസിറ്റീവ് എനർജിയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആളാണ്, ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ആളുകളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിഷയങ്ങളിൽ ഇടപെടുമ്പോഴും ആ എനർജി നമ്മളിൽ വന്ന് പിടിക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മുടെ ഓറയിൽ പിടിക്കുന്നുണ്ട്, ചക്രാസിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ കുറേ ശാരീരികമായ ക്ഷീണം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് എനർജി ഡ്രെയിനായി പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ പറയുന്നത്, നിങ്ങൾ ഓഡിയോ മെസ്സേജ് കേൾക്കുമ്പോഴേക്കും 10 മിനിറ്റ് 15 മിനിറ്റിൻ്റെയൊക്കെ ഓഡിയോ മെസ്സേജ് അയച്ചാൽ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഒരു 2-3 മിനിറ്റ് സിമ്പിളായിട്ട് നിങ്ങളുടെ കാര്യം പറയുക. കാരണം എല്ലായിടത്തും പ്രശ്നമൊക്കെ ഒന്ന് തന്നെയാണ്. എനർജിയുടെ ഒരു ഇഷ്യൂ ആണ്, എനർജിയുടെ കുറവ്, അല്ലെങ്കിൽ ബ്ലാക്ക് എനർജീസ് കയറിയിരിക്കുന്നതാണ് എല്ലാവരെയും പൊതുവായിട്ടുള്ള പ്രശ്നം. അത് മാറ്റിക്കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം മാറി. അതിന് ഈ കഥകൾ മുഴുവനും കേൾക്കുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ പറയുന്നവന് ഒരു റിലീഫാണ്. അത് കെട്ടഴിക്കുമ്പോഴേക്കും അവനൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. പക്ഷേ കേൾക്കുന്ന ആളുടെ അവസ്ഥ നേരെ റിവേഴ്സായിരിക്കും. പക്ഷേ എന്നിരുന്നാലും കുറച്ചൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കാരണം ഒരാളോ രണ്ടാളോ അല്ല വിളിക്കുന്നത്, നിരവധി ആളുകൾ വിളിക്കുന്നുണ്ട്, പല പല വിഷയങ്ങളായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കഥ എന്താ വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങൾ ഓരോരുത്തർക്ക് കിട്ടുന്നത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കർമാസാണ്, പാസ്റ്റ് ലൈഫ് കർമാസ്. പല പല ജന്മങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയേക്കുന്നതായ കർമാസ്, നല്ലതും ചീത്തയും. ചിലപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾ അടുത്ത ജന്മത്തിലോട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സാധനം ഇവിടെ അനുഭവിക്കേണ്ടി വരും. അപ്പം നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകൾ കാണുമ്പോൾ കണ്ണില്ല, മൂക്കില്ല, അല്ലെങ്കിൽ ചെവിയില്ല, അംഗവൈകല്യമാണ്, അസുഖങ്ങളാണ്, രോഗികളാണ്, ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അവരോട് സിമ്പതിയാണ് തോന്നുന്നത്. അയ്യോ പാവം, ഇങ്ങനെയൊക്കെ ജീവിക്കണ്ടല്ലോ. അപ്പോൾ നമ്മൾ പൈസയെ കൂടി സഹായിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് അത് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു കുറ്റമായിട്ടൊന്നും കാണില്ല. പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളതാണ്. അത് അവൻ്റെ പാസ്റ്റ് ലൈഫ് കർമ്മയാണ്. പാസ്റ്റ് ലൈഫ് ചിലപ്പോൾ ഒരു കൊലപാതകമായിരിക്കും, അല്ലെങ്കിൽ ഒരാളെ റേപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതേപോലത്തെ കർമ്മങ്ങൾ ഇവിടെ അടുത്ത ജന്മത്തിൽ അനുഭവിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ഓർമ്മിച്ചോ, നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലേക്ക് ഇതൊക്കെയാണ് ഉള്ളത്. ബോഡി മാത്രമേ മാറണുള്ളൂ, സോളൊക്കെ അത് തന്നെയാണ്. അപ്പോൾ ചിലർ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പുച്ഛിക്കുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾക്കൊന്നും ബാധകമല്ല, ഒരു ജന്മം ഒന്നേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ആൾക്കാർ മണ്ടന്മാരാണ്. അടുത്ത ജന്മത്തിലോട്ട് പോയി ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ്, അപ്പോഴും അവന് ബോധം ഉണ്ടാവില്ല, ഞാൻ പാസ്റ്റ് ലൈഫിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ബോധം അവനുണ്ടാവില്ല. അതെല്ലാം മാറ്റി കളയും, കംപ്ലീറ്റ് മാറ്റി കളഞ്ഞ് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് അടുത്ത അതിലേക്ക് വിടുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തെന്നുള്ളത് അവനൊരു ഒരു ഓർമ്മ പോലും ഉണ്ടാവില്ല. പക്ഷേ ആത്മീയപാതയിലേക്ക് വരുന്ന ആൾക്കാർക്ക്, ഇത് സഞ്ചരിക്കുന്നവർക്ക് ഇത്തരം രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മളുടെ ആത്മീയപാതയിലുള്ള ഒരു കാര്യമാണ്. അങ്ങനെ പോകുമ്പോൾ പല പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യുന്നവർക്കും തേർഡ് ഐ ചക്ര ആക്ടിവേഷനൊക്കെ ആവുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ സ്വപ്നത്തിലും അല്ലെങ്കിൽ ധ്യാനത്തിലുമൊക്കെ ഒരുപാട് അനുഭവം കിട്ടുന്ന ആൾക്കാരെ ഞാൻ ഒരുപാട് പേരെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ആൾക്കാർ ഇതേപോലെ കഴിവുകളുള്ള ആൾക്കാരുണ്ട്, ദേവിയുടെ സാന്നിധ്യമുള്ളവരുണ്ട്, അതുപോലെ അവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ കാര്യം പറഞ്ഞ ആൾക്കാരുണ്ട്. പല ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. ഇത് ഒരാൾ രണ്ടാളൊന്നുമല്ല. നമ്മൾ വിചാരിക്കും വലിയ വലിയ ആളുകൾക്ക് മാത്രമേ ഇതൊക്കെ പറ്റുമെന്ന്. എല്ലാവർക്കും പറ്റും. അപ്പോൾ ഈ പാസ്റ്റ് ലൈഫ് ദുരിതങ്ങൾ, അപ്പോൾ ഈ ദുരിതങ്ങൾ നമുക്ക് കയറി വരുമെന്നുണ്ടെങ്കിലും ദൈവം വളരെ ദയാലുവായിട്ടുള്ള ഒരാളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേവി ആരായിക്കോട്ടെ. നമുക്ക് ഇവിടെ പല സാധനങ്ങളും തവളൂടെയൊക്കെ ഇട്ടിട്ടുണ്ട് രക്ഷപ്പെടാനായിട്ട്. ചിലപ്പോൾ ഒരു സ്ഥലത്ത് കോണി നോക്കിയിട്ടുണ്ടാവും, നമ്മൾ നടന്നു പോവും. എന്താ ഇവിടെ കോണി, ഒരു കോണിയൊക്കെ എടുപ്പുണ്ടാ പോയേക്കാം. ആ കോണി കൂടി കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു 10 കൊല്ലം ലാഭിക്കാം. അങ്ങോട്ട് പിടിച്ച് കയറിയാൽ മതി. ഞാൻ തോന്നൂല. ആ തോന്നൽ വന്നെങ്കിൽ എന്ത് വേണം? നമുക്കൊരു ദൈവാധീനം വേണം, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു പാതയിൽ കൂടി, അല്ലെങ്കിൽ നല്ല നന്മയുടെ ഒരു ചിന്തകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, കണിക ഉണ്ടെങ്കിൽ, ആ കോണി കാണുമ്പോൾ നമ്മളിങ്ങനെ മേപ്പോട്ടേക്ക് നോക്കും. ഈ കോണി കൂടി കയറി കഴിഞ്ഞാൽ എനിക്ക് എളുപ്പത്തിൽ അങ്ങോട്ടേക്ക് എത്താം, കുറച്ച് സമയം ഒക്കെ സേവ് ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ കുറേ കുഴിയും ചാടുന്ന പരിപാടി ഒഴിവാക്കുക. അന്നേരം ഒരു തിരിച്ചറിവ് നമുക്ക് ആ സമയത്ത് വരും. അല്ലാത്തതിന് വരില്ല. അല്ലാതെ നേരെ എന്നെ അങ്ങോട്ട് പോകും. ഏതൊരു പൊട്ടൻ കൊണ്ടുവന്നൊരു കോണി നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. ഇതാണ് റിയാലിറ്റി. എന്ന് വെച്ചാൽ ഇതേപോലെ കളിയാക്കുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ പരാമർശിച്ചത്. ഇത്തരം കാര്യങ്ങളൊക്കെ ചുമ്മാ തട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ മണ്ടന്മാരെ പറ്റിയാണ് ഞാനീ പറഞ്ഞത്. അവൻ ആ കോണി കാണാൻ പറ്റില്ല, അവൻ നേരെ തന്നെ പോകും. പക്ഷേ ദൈവാധീനമുള്ളവനും കുറച്ച് ഭക്തിയും ബഹുമാനമൊക്കെ ഉള്ളവനാണെങ്കിൽ ആ കോണി കണ്ട് അതിൽ കൂടി കയറി മുകളിലോട്ട് പോകും. അത് ആത്മീയപാതയിൽ സഞ്ചരിക്കുന്ന ആൾക്കാർ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ദുരിതങ്ങൾ എന്തെങ്കിലും തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ
ദുരിതങ്ങൾ തരുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ എത്രയും വേഗത്തിൽ റിയലൈസേഷനിലേക്ക് വരിക. നമ്മൾ എന്താണ്, ഈ സോൾ ആരാണ്, എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ദുരിതങ്ങൾ തരുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്കത് മടുക്കും. അയ്യോ മതി, ഈ ജീവിതമൊക്കെ ഇത്രയൊക്കെ മതി, ആത്മഹത്യ ചെയ്തേക്കാം, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു തിരിച്ചറിവിൻ്റെ പാതയിലേക്ക് നമ്മൾ എത്തുന്നു, ടേണിംഗ് പോയിൻ്റ്. അപ്പോഴായിരിക്കും ഒരാളെ കണ്ടുപിടുന്നത്, ഏതെങ്കിലും ഒരാളാണ്, ഒരു ഗുരു പോലെയോ ടീച്ചർ പോലെയോ അല്ലെങ്കിൽ ഒരു സന്യാസിയോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രഭാഷണം നടത്തുന്ന ഒരാളെയും കണ്ടുപിടുന്നത്. അപ്പോൾ അതൊക്കെ ഇതിനൊക്കെ കേട്ട് കഴിയുമ്പോൾ ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ആ സമയത്ത് നമുക്ക് തിരിച്ചറിവ് വരും. അല്ലാതെ നിങ്ങളിപ്പോൾ 3 നേരവും നല്ല ഫുഡൊക്കെ അടിച്ച് നല്ല ബിരിയാണിയും ഒക്കെ കഴിച്ചിട്ട് നല്ല ഇഷ്ടംപോലെ കയ്യിൽ ക്യാഷ്, എവിടെ പോയാൽ നിങ്ങൾക്ക് സൗകര്യങ്ങൾ, അങ്ങനെയുള്ള സൗകര്യത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിലോ നിങ്ങൾ ഒരിക്കലും ആത്മീയവാദത്തിലേക്ക് വരാനേ പോണില്ല. നിങ്ങൾ ആ സുഖത്തിൻ്റെ ഒരു ലക്ഷറിയുടെ ആ ഒരു തട്ടിക്കൂടി ഇങ്ങനെ തലത്തിക്കൂടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. കഷ്ടപ്പാടും ദുരിതവും വരുമ്പോൾ മാത്രമാണ് നിങ്ങൾ ആത്മീയത എന്നുള്ള വാക്ക് പോലെ നിങ്ങൾ ഉച്ചരിക്കുന്നത്, ഒരു അമ്പലം എന്ന് പറഞ്ഞ സാധനം ഉച്ചരിക്കുന്നത്, പള്ളി എന്ന് പറഞ്ഞ സാധനം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ. ഇപ്പോൾ ഹിന്ദുക്കളുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണമെങ്കിൽ അമ്പലത്തിൽ പോയാൽ മതി. ഇപ്പോൾ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് കഴിഞ്ഞാൽ അവർക്ക് കമ്പൽസറിയാണ് പള്ളിയിൽ പോകണം, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് കമ്പൽസറിയാണ്. പക്ഷേ ഹിന്ദുക്കൾ എന്താണ്? ഹിന്ദുക്കൾക്ക് ആരെങ്കിലും ഒരാളും ബഹുമാനമില്ല. അമ്പലത്തിലെ ശാന്തി അല്ലെങ്കിൽ പൂജാരി അല്ലെങ്കിൽ അതുപോലെ ആളിലൊക്കെ പറഞ്ഞാൽ അവരെല്ലാം വിമർശിക്കുക, അതാണ് നമ്മുടെ ഹിന്ദുക്കളുടെ മെയിൻ പരിപാടി. അപ്പോൾ അത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, അത് പൊതുവൊരു രീതിയെ കണ്ടുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ ആൾക്കാർ കാണാറുണ്ട് അങ്ങനത്തെ ആൾക്കാർ. എല്ലാത്തിനെയും എന്താണെന്ന് അറിയാതെ ഇങ്ങനെ മുഖമടച്ച് ആക്ഷേപിക്കുകയും അതിനെ വിമർശിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, ഹിന്ദുക്കളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വേറെ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് ആത്മീയവാദയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ചിന്താഗതികൾ, തോട്ടുകൾ നിങ്ങൾ മാറ്റിയേ മതിയാവും. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് ഉയർന്ന് അവയക്കണിങ്ങിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അതാണ് ഇവിടെ ഈ ഒരു പ്രയോഗം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഒരാളെ മോശക്കാരനാക്കിയതോ കുറ്റപ്പെടുത്തിയതോ അല്ല. പിന്നെ ഈ ഒരു കാര്യത്തിൽ കൂടി ഈ കർമ്മത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് കർമ്മമാണ് അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എപ്പോഴും വി ക്രിയേറ്റ് അവർ ഓൺ റിയാലിറ്റി എന്ന് പറഞ്ഞ പോലെയാണ്. നിങ്ങൾ തന്നെയാണ് റിയാലിറ്റി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട് ഭൂമിയിൽ. അപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അത് ഷിഫ്റ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ ഷിഫ്റ്റിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു ക്ഷേത്രത്തിൽ പോകുമ്പോഴായിരിക്കും അവിടുന്ന് ഷിഫ്റ്റ് കിട്ടുക, അല്ലെങ്കിൽ ഒരു വലിയൊരു സ്പിരിച്വൽ പേഴ്സണെ കാണുമ്പോഴായിരിക്കും കിട്ടുക, അയാളുടെ ഒരു പ്രഭാഷണം കേൾക്കുമ്പോഴായിരിക്കും കിട്ടുക. പല രീതിയിലാണ്. അല്ലെങ്കിൽ സമാധി പോയിരിക്കുമ്പോഴായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ അതേപോലത്തെ യാത്രകൾ എന്ത് തമാശയായിട്ടാണെങ്കിൽ കൂടി അതുപോലത്തെ യാത്രകൾ നിങ്ങൾ ചെയ്യണം. ഓരോ യാത്രകൾ പോവുക. യാത്രകളിലൂടെയാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് വരിക. അപ്പോൾ അത് വലിയ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ള ചെറിയ അമ്പലങ്ങളിലൊന്ന് പോവുക, വല്ലപ്പോഴും ഒരിക്കലും എവിടെയെങ്കിലും മഹാക്ഷേത്രങ്ങളിൽ പോവുക, അവിടെ സമാധികളിൽ പോവുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു സ്പാർക്ക് കിട്ടും. ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരാളെ കണ്ടുമുട്ടുമ്പോഴായിരിക്കുള്ളൂ അയാളിൻ്റെ ഒരു 2 കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് ആലോചിക്കണം. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ ഒരു എന്താ പറയുക, ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്കൊരു നന്മ ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ ആരെയും കളിയാക്കാനോ വിമർശിക്കാൻ വേണ്ടി പറയുന്നില്ല. ചില ഭാഷകളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ അതല്ല എൻ്റെ ഉദ്ദേശം. ഞാൻ അങ്ങനത്തെ ഒരാളേ ഇല്ല, ഒരാളെയും ജഡ്ജ്മെൻറ്റും ചെയ്യുന്ന ആളല്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയാണ്ടിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് പേരിലാണ് ഇങ്ങനത്തെ ഭാഷകളൊക്കെ ഉപയോഗിക്കണം. ഒരു ചേഞ്ച് വരട്ടെ, എല്ലാവർക്കും ഒരു നന്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ കർമ്മങ്ങൾ മാത്രമല്ല, നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങളിൽ കൂടി ഷിഫ്റ്റിലേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ട് ആണ് ഇത് നമുക്ക് തന്നേക്കണത്, ദുരിതം തന്നേക്കണത്. അപ്പോൾ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ അത് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കാതെ അതിൽ നിന്ന് എങ്ങനെ കരകയറി പോവാന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. അതാണ് ആത്മീയത. ആത്മീയതയാണ് അതിനുള്ള വഴി, അതിൽ കൂടി സഞ്ചരിക്കുക. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.